അഹ്ലുസുന്നയുടെ ആഗോള ജാലകം www.sunniOnlineClass.com. ലോകം അതായത് ഫിഖ്ഹ് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിക്കാൻ പറ്റാത്ത ഏറ്റവും അനിവാര്യമായൊരു വിഷയമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ ക്ലാസ് വീണ്ടും പുനരാരംഭിക്കാൻ അല്ലാഹു തആല അവസരം നൽകുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാ ബുധനാഴ്ചയും കഴിവിന്റെ പരമാവധി ഉസ്താദ് ഇതുപോലെ 10:30 ആരംഭിച്ച് നമുക്ക് പരിപാടി 1 മണിക്കൂർ 10:30 മുതൽ 11:30 വരെ നടക്കുന്ന ഈ ഔദ്യോഗികമായ ഫിഖ്ഹിന്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് എല്ലാ പ്രവർത്തകരെയും കേൾപ്പിക്കാനും ആളുകളെ നമ്മളിൽ എത്തിച്ചുകൊണ്ട് ആ വിഷയം നമുക്ക് എത്തിക്കാനും എല്ലാവരും നല്ലതുപോലെ ശ്രമിക്കണമെന്നും ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ വളരെ വിലയേറിയൊരു ടൈം വീണ്ടും വന്ന് പല പ്രാവശ്യം അഭ്യർത്ഥിച്ചതിന്റെ പേരിലും അതിനേക്കാൾ ഉപരി ഗൾഫ് രാജ്യത്ത് വന്നപ്പോൾ നമ്മുടെ ജലീലുമടവൂരും അതുപോലെ മറ്റുള്ളവരൊക്കെ ഓടി നടന്ന് ഈ സംവിധാനത്തിന് പ്രവർത്തിക്കുന്നത് ഉസ്താദ് കണ്ടപ്പോൾ മാനസികമായി വളരെ സന്തോഷം തോന്നി. അൽഹംദുലില്ലാഹ്. കേന്ദ്ര മുശാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഔദ്യോഗികമായി നമ്മുടെ ക്ലാസ് റൂമിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ വീണ്ടും ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ സഖാഫി ഉസ്താദുകളെ കിട്ടിയത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കി എല്ലാവരും ഈ വിഷയത്തിൽ നമ്മുടെ പ്രവർത്തകരെ മൊത്തം ഓൺലൈനിൽ എവിടെയുള്ള ആളുകളെയും എത്രയും പെട്ടെന്ന് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അവർ വരട്ടെ വരാതിരിക്കട്ടെ, നമ്മുടെ കടമയാണ്. ഇതറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഒരു കുട്ടിയും ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഉസ്താദ് നമ്മളെ വിളിക്കുന്നത്. സാധാരണ നിസ്കാരവും സക്കാത്തും അതുപോലെ മറ്റ് അത്യാവശ്യമായ വിഷയങ്ങളൊക്കെ ഫിഖ്ഹിന്റെ മസലകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഹജ്ജിന്റെ വിഷയം ഏകദേശം ഇപ്രാവശ്യത്തെ ഹജ്ജ് സമാപിച്ചതിനാൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതൊരു വിഷയമാണോ എടുക്കാൻ പോകുന്നത് ആ വിഷയത്തിന് ആമുഖമായി നാം അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ മുഴുവൻ വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മളോട് സംസാരിച്ച് ഔദ്യോഗികമായി നമ്മുടെ ഫിഖ്ഹിന്റെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ആവേശത്തോടെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും നിങ്ങൾക്ക് കിട്ടുന്ന വിഷയങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ആവശ്യമായ പേപ്പറും പേനയുമെല്ലാം നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഫിഖ്ഹ് ക്ലാസ് ആയതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും സാന്നിധ്യമറിയിച്ച സംഭവം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദമായി പറഞ്ഞിരുന്നുണ്ട്. ഒരു വാദന്റെ സദസ്സ് പോലെയല്ല, ഒരു ഖണ്ഡന പ്രസംഗം പോലെയല്ല, എല്ലാത്തിനേക്കാളും ഉപരി അൽഹംദുലില്ലാഹ് ഈ വിഷയം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഈ പരിപാടിയിൽ വളരെ ഗൗരവത്തോടെയും ആധികാരികതയോടെയും നാം ഒക്കെ ഇരുന്ന് ഈ പരിപാടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ആദരവോടെയും ബഹുമാനത്തോടെയും ഈ പരിശുദ്ധമായ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ആദരണീയരും അഭിനന്ദരുമായ എന്റെ പ്രിയപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, സാദാത്തുക്കളെ, സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മളുടെ എല്ലാവരുടെയും എല്ലാവിധ അമലുകളും അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഫലമായി ഈ വർഷം അൽഹംദുലില്ലാഹ് ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ സർവാധിപതിയായ അല്ലാഹു തൗഫീഖ് നൽകി. അതെല്ലാം കബൂലാക്കി തരാൻ വേണ്ടി നിങ്ങളൊക്കെ റബ്ബിനോട് ദുആരക്കണമെന്ന് വിനീതമായി ഈ ഉള്ളവൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു എന്നിൽ നിന്നും നമ്മളോടൊപ്പം ഹജ്ജ് ചെയ്ത ലക്ഷോപലക്ഷം ഹാജിമാരിൽ നിന്നും അല്ലാഹു ഹജ്ജും ഉംറയും സിയാറത്തുമെല്ലാം കബൂലാക്കി തരുമാറാകട്ടെ. ഇനി ഇതുവരെയും ഹറമുകളിലെത്തി ഹജ്ജ് ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ ആളുകൾക്കും അല്ലാഹു എളുപ്പത്തിൽ അടുത്ത വർഷങ്ങളിൽ തന്നെ ഹജ്ജിന് പോകാനുള്ള അവസരം അല്ലാഹു ഒരുക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ ഏറ്റവും വലിയ ആദ്യ ഭവനത്തിൽ ചെന്ന് കാണുവാനും അവിടെ ചെന്ന് ചേരുവാനുമുള്ള ഭാഗ്യം നമുക്ക് എത്ര പ്രാവശ്യം ആവർത്തിച്ച് പോയാലും അതിവരാത്ത അനുഗ്രഹീത മഖാമുകളാണ്.
പോയവർക്ക് വീണ്ടും വീണ്ടും പോകുവാനും പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ മദീന മുനവ്വറ ഏതൊരു മുസൽമാന്റെയും മനസ്സിനെ കുളിരണിയിക്കുന്ന ആത്മീയതയുടെ ചൈതന്യമായ ആത്മീയ സങ്കേതത്തിൽ ചെന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന കുളിര് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നില്ല. തിരുതാഹ തങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കി നിന്നുകൊണ്ട് സലാം പറയാൻ കിട്ടുന്ന ഭാഗ്യം അള്ളാഹു അത് കബൂലാക്കി തെരുമാറാകട്ടെ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ലോകത്തിന്റെ നാനാ ദിക്കുകളിലും മുക്കുകളിലും ഇരുന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും റഹ്മാനായ റബ്ബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്ത് ചെയ്യുവാനുള്ള മഹാഭാഗ്യം ആവർത്തിച്ച് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജും ഉംറയും കഴിഞ്ഞ് വന്നിട്ട് 40 ദിവസം തികയാത്ത ഈ അവസരത്തിൽ തന്നെ ഈ ക്ലാസ് തുടങ്ങുവാൻ അവസരം ഒരുക്കി തന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുആ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള ദുആ അള്ളാഹു കബൂലാക്കും. ഈ സംരംഭം ഞാൻ ഹറമിൽ വരുമ്പോഴുമൊക്കെ ഒരുപാട് പരിപാടികൾ മിനയിലും അറഫയിലുമൊക്കെ ഓടി നടന്ന് നമ്മുടെ പ്രവർത്തകർ നമ്മുടെ മലബാർ ഓൺലൈനുമായി ബന്ധപ്പെടുത്തി ലോകത്തിന്റെ മുക്ക് ദിക്കുകളിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പൊട്ടിക്കരയുന്ന ദുആയും അറഫയിലെ പ്രഭാഷണവും അതുപോലെ സി ഉസ്താദ് അടക്കമുള്ള സിറിയ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാരുടെ ഖരീൽ തങ്ങളടക്കമുള്ളവരുടെ പ്രഭാഷണങ്ങളൊക്കെ ഒപ്പിയെടുത്ത് ലോകോത്തര മേഖലകളിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ കാണിക്കുന്ന താൽപര്യം എന്നെ വീണ്ടും വീണ്ടും ആ ആളുകളെ ഹൃദ്യമായി സ്വീകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നെ നിർബന്ധിക്കുകയാണ്. ഇതിനൊക്കെ തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് സാദിഖ് മിസ്ബാഹി അടക്കമുള്ള മുഴുവൻ പ്രവർത്തകർക്കും അള്ളാഹു ഈ ലോകത്തും പരലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ പഴയ വിഷയത്തിലേക്ക് കയറുകയാണ്. നിങ്ങളെല്ലാവരും വളരെ താൽപര്യത്തോടുകൂടെ ഉറക്കമൊഴിഞ്ഞ് ജോലികൾ മുടക്കി വെച്ച് കേട്ടുകൊണ്ടിരുന്ന ഈ പരിപാടി തുടരാൻ വല്ലാത്ത നിർബന്ധം നാട്ടിൽ നിന്നും വിദേശത്ത് വന്നപ്പോൾ അവിടെ നിന്നും ഉണ്ടായി. അള്ളാഹു ഈ പ്രേമം, ഈ സ്നേഹം അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന പ്രേമമായി സ്നേഹമായി അള്ളാഹു കബൂലാക്കട്ടെ. ഓ മുഹിബ്ബീങ്ങളെ, ഇൽമ കിട്ടാതിരിക്കുന്ന നമുക്ക് ഇൽമ എത്തിച്ചു തരുന്ന ഈ സംരംഭം എത്ര മഹത്തരമാണ്. ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളെക്കാളും ശ്രേഷ്ഠമായ സംവിധാനമായി ഇതിനെ ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി നമ്മൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തി ആധികാരികമായ ഒരു വിഷയത്തിലേക്ക് ഞാൻ ഇനി കടക്കുകയാണ്. ഫിഖ്ഹ് 4 ടേണായിട്ടാണ് 4 വിഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ തിരിച്ചിട്ടുള്ളത്. ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹത്ത്, ജിനായാത്ത്, ഇങ്ങനെ 4 ടേണാണ്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഊഴങ്ങളിൽ വളരെ വിശാലമായി തഹാറത്ത്, ശുചീകരണം മുതൽ തുടങ്ങി ഉളുവും കുളിയും നിസ്കാരവും നോമ്പും സക്കാത്തും വിശാലമായി നിങ്ങളോട് പറയാൻ അള്ളാഹു ഭാഗ്യം നൽകി. അവിടെ ബാക്കിയുള്ളത് ഹജ്ജാണ്. ഇൻഷാ അള്ളാഹ് അതിന്റെ അവസരം ഇപ്പോൾ അനിവാര്യമല്ലാത്തതുകൊണ്ട് ഹജ്ജ് എന്ന വിഷയം മാത്രം അടുത്ത ഹജ്ജിന്റെ ടേണിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇബാദത്ത് എന്ന ആ ഭാഗം അവസാനിപ്പിച്ചു. മുആമലാത്ത് എന്ന ഭാഗത്തേക്ക് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അടിയന്തിരമായി അറിഞ്ഞിരിക്കേണ്ട ഫിഖ്ഹി കർമ്മശാസ്ത്രത്തിന്റെ അനിവാര്യമായ വശങ്ങൾ മാത്രം നിങ്ങളോട് സൂചിപ്പിക്കുവാൻ ഈ മുആമലാത്ത് അഥവാ നമ്മുടെ ക്രയവിക്രയങ്ങൾ എന്ന ഭാഗമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. പെട്ടെന്നുള്ള ഒരു തുടക്കമായതിനാൽ വിശാലമായ മസലയിലേക്ക് ഇന്ന് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും മുആമലാത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കച്ചവടമാണ്. ബൈഅ് എന്ന് അറബിയിൽ പറയും. ഈ കച്ചവടമാണല്ലോ ഇന്ന് ലോകോത്തരത്തിൽ മുസ്ലിമീങ്ങളടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ഉപജീവന മാർഗമായി സുപ്രധാനമായൊരു ഘടകമായി ഇന്ന് വന്നിരിക്കുന്നത് കച്ചവടമാണ്. കച്ചവടത്തിന്റെ ആധികാരികതയും കച്ചവടത്തിന്റെ വിശാലതയും കച്ചവടത്തിൽ നാം ഉൾക്കൊണ്ടിരിക്കേണ്ട, അംഗീകരിച്ചിരിക്കേണ്ട, അറിയേണ്ട കാര്യങ്ങൾ അറിയാതെയും ഇരുന്നാൽ വരാൻ പോകുന്നത് വലിയ ഭവിഷ്യത്താണ്. ആ ഹറാമായ കച്ചവടമായിരിക്കും അറിയാതെ നാം നടത്തുന്നത്. ഹറാമായ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വേതനം ഹറാമായ വരുമാനമായിരിക്കും. ഹറാമായ വരുമാനമായിരിക്കും എന്റെ പള്ളയിലേക്ക്, എന്റെ വിശ്വസ്തയായ ഭാര്യയുടെ പള്ളയിലേക്ക്, എന്റെ നിരപരാധികളാകുന്ന മക്കളുടെ പള്ളയിലേക്ക് ഞാൻ കൊടുക്കുന്നത് ഹറാമായ ഭക്ഷണമായിരിക്കും. അതോടുകൂടെ ഞാൻ അവർക്ക് ഉപകാരിയല്ല, സത്യത്തിൽ ഞാൻ അവരെ ഉപദ്രവകാരിയായി മാറുകയാണ്. ആ മക്കളെയും ഭാര്യയെയും എന്റെ നെഫ്സിനെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട ദുർഗതിയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ഈ മുആമലാത്തിന് ശരീഅത്ത് നൽകിയ വിവിധ വശങ്ങളെക്കുറിച്ച് ആഴത്തിൽ
പഠിക്കാതെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ ഞാൻ നരകത്തിൽ പോയി വീഴേണ്ടി വരും. അതുമായി ഗൗരവം കാണിക്കുന്ന ഒരുപാട് ഹദീസുകൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മിഖ്ദാദ് ഇബ്നു മഅദി കരീബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി. ഒരു മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം അവന്റെ കൈകൾ കൊണ്ട് അവൻ അധ്വാനിച്ച് കഴിക്കുന്ന അവന്റെ ഭക്ഷണമാണ്. അപ്പൊ മുആമലാത്ത് മനുഷ്യന്റെ ഉപജീവന മാർഗത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ഈ ബുഖാരി ഉദ്ധരിച്ച ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ കൈകൊണ്ട് അമൽ ചെയ്യണം. ഒരാളിന്റെ ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കാതെ എനിക്ക് അല്ലാഹു തന്ന ആഫിയത്ത് കൊണ്ട് ഞാൻ തന്നെ അധ്വാനിച്ച് അതിൽ നിന്ന് ഹലാലായ വേതനമുണ്ടാക്കി ഞാൻ ഉപജീവന മാർഗം നടത്തണം, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം. അതാണ് ഏറ്റവും ഹൈറായ മാർഗം. എന്നിട്ട് നബിതങ്ങൾ ഉപോത്ബലകമായ നബിതങ്ങൾ ആ ബുഖാരിയുടെ ഹദീസിൽ തന്നെ പറയുന്നു, വഅന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദൈഹി. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതേ തിന്നിട്ടുള്ളൂ. അങ്ങനെ സ്വന്തമായി അധ്വാനിച്ച് കഴിക്കാനുള്ള പ്രോത്സാഹനമാണ് ഇസ്ലാം നൽകുന്നത്. ഭിക്ഷാടനത്തിനോ ഔദാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയോ പണിയില്ലാതെ മുടങ്ങിയിരുന്നു കൊണ്ട് മരവിച്ചിരിക്കുന്ന ഒരു മൂഢനായി മാറുവാനോ അല്ല ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇറങ്ങുക, അധ്വാനിക്കുക, ഹലാലായ വേതനം സമ്പാദിക്കുക, ഭാര്യയെയും മക്കളെയും പോറ്റുക. ഈ തൊഴിൽ മേഖലയെ പ്രോത്സാഹനജനകമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് രംഗത്ത് കൊണ്ടുവരിക്കുന്നത്. പറയുമ്പോൾ നാം അധ്വാനിക്കണം, പക്ഷെ അധ്വാനം ഹലാലാകണം. ഹബീബ നബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. അള്ളാഹു വിശുദ്ധനാണ്, ശുദ്ധിയായ ഭക്ഷണത്തെ അല്ലാതെ അള്ളാഹു സ്വീകരിക്കുന്നില്ല. അള്ളാഹു തആല ഹറാം ഇഷ്ടപ്പെടുന്നില്ല. വഅന്ന അല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീന. മുർസലീങ്ങളോട് അള്ളാഹു കൽപ്പിച്ച സൂക്ഷ്മമായ മാർഗം തന്നെയാണ് മുഅ്മിനീങ്ങളാകുന്ന ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉമ്മത്തിനോട് മുഅ്മിനീങ്ങളോട് അള്ളാഹു തആല കൽപ്പിക്കുന്നത്. ഫഖാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ്? യാ അയ്യുഹർ റുസുലു, ഓ പ്രവാചകന്മാരെ, കുലൂ മിനത് തയ്യിബാത്തി, നിങ്ങൾ ഹലാലിൽ നിന്ന് മാത്രം തിന്നുക, ഹലാലായ ഭക്ഷണമല്ലാതെ ഒന്നും കഴിക്കരുത് എന്ന പ്രവാചകന്മാരോടുള്ള കൽപ്പന തന്നെയാണ് മുഅ്മിനീങ്ങളോടുമുള്ള കൽപ്പനയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നല്ലത് മാത്രം കഴിക്കുക. വഅമലു സ്വാലിഹാ, സ്വാലിഹായ അമൽ ചെയ്യുക. അമൽ സ്വാലിഹാകണമെങ്കിൽ തന്നെ ഭക്ഷണം ഹലാലായിരിക്കൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് അള്ളാഹു തന്ന റിസ്ഖിൽ നിന്ന് ഹലാല് മാത്രം നിങ്ങൾ തിന്നുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, രാഷ്ട്രീയമായി ബന്ധമുള്ള ആളുകൾ, ഭൗതികമായി മാത്രം ബന്ധപ്പെടുന്ന ആളുകൾ, ആത്മീയതയെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ചിന്തിക്കാത്ത ആളുകൾ പറയും, അരച്ചാൻ വയറ്റിന് വേണ്ടിയുള്ള ജീവിതമാണ്. അത് എങ്ങനെയാണെങ്കിലും ഏത് മാർഗത്തിലൂടെയാണെങ്കിലും പള്ളയിൽ ഭക്ഷണമെത്തണമെന്ന വിദ്വാൻമാരുടെ ഉദ്ദീപനം ഒരിക്കലും ഒരു മുസൽമാന് സ്വീകാര്യമല്ല. മുസൽമാൻ എപ്പോഴും പേടിക്കേണ്ടത് അവൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കൽ അനിവാര്യമാണ് എന്നതാണ്. ഈ ഹലാലായ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗത്തിലേക്കാണ് നാം പോകേണ്ടത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു ഹദീസിന്റെ ഗൗരവമായ മാർഗം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാലഘട്ടത്തെ വളരെ നേരത്തെ കണ്ടിരുന്നു എന്ന് മനസ്സിലാകുന്നു. കാരണം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഅതി അലന്നാസി സമാൻ, ജനങ്ങളിൽ ഒരു കാലഘട്ടം വരുന്നുണ്ട്, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാൽ അമിനൽ ഹറാം. ഒരു കാലഘട്ടം വരും മക്കളെ നമ്മുടെ സമുദായത്തിൽ. സഹാബത്തിനോട് നബി തങ്ങൾ പറയുകയാണ്, സഹാബാക്കളെ കൊണ്ട് വളരെ നിഷ്കർഷമായി ഹലാല് മാത്രം തിന്നുകയും നബി തങ്ങളുടെ കണ്ണ് കാണാത്ത സ്ഥലങ്ങളിൽ പോലും
പിന്നെ ഹലാലല്ലാത്തത് തൊടാൻ മടിക്കുകയും ചെയ്യുന്ന നല്ല മുത്തഖീങ്ങളായിട്ട് അല്ലാഹു തആല സഹാബാക്കളെ സമ്പുഷ്ടിപ്പെടുത്തിയപ്പോൾ ആ സഹാബാക്കളെ മുഖത്ത് നോക്കി അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, സഹാബാ, ഇനി ഒരു കാലഘട്ടം വരും. എന്താണ് ആ കാലഘട്ടം? ലാ യുബാലിൽ മർഉ, ഒരു മനുഷ്യൻ തീരെ വിലവെക്കുകയില്ല, മാഹദ മിൻഹു, അവന് ലഭിക്കുന്ന വരുമാനം, അമിനൽ ഹലാൽ അമിനൽ ഹറാം, ഇത് ഹലാലായ മാർഗത്തിലൂടെയാണോ എന്റെ കയ്യിലെത്തിയത്, ഹറാമായ മാർഗത്തിലൂടെയാണോ എന്റെ കയ്യിലെത്തിയത് എന്ന് തീരെ ചിന്തിക്കാതെ കിട്ടിയത് വള്ളയിലാക്കുക എന്നൊരു കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആരോടാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട അബൂ ദുജാന അടക്കമുള്ള സഹാബാക്കളോട്. ആരാണ് അബൂ ദുജാന? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സുബഹി നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമുള്ള നിസ്കാരമാണ്. അതിന്റെ ജമാഅത്ത് അത്യുന്നതമായ ഉത്കൃഷ്ടതയുള്ളതാണ്. ആ ജമാഅത്തിന് സ്ഥിരം പങ്കെടുക്കുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പിന്നിൽ നിസ്കരിച്ചിട്ട് ദിക്റും ദുആയും ഔറാദുകളും കഴിഞ്ഞ് പോകാറുള്ള അബൂ ദുജാന 2-3 ദിവസങ്ങളായി നിസ്കരിച്ച ഉടനെ ഇറങ്ങി ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങോട്ടാണ് ഈ ഓട്ടം? ഒരു ദിവസം സഹാബാക്കൾ പിടിച്ചു നിർത്തി. അബൂ ദുജാൻ, നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? ആ പിടിച്ചു നിർത്തിയ കൂട്ടത്തിൽ ഉന്നതരായ സഹാബാക്കളുണ്ട്, പോരാ ആത്മീയരായ ഗുരുവര്യരുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുന്നിൽ കുടുങ്ങി നിൽക്കുന്ന അബൂ ദുജാന അവരോട് ചോദിക്കുകയാണ്, അബൂ ദുജാന, നിങ്ങൾ എന്തുകൊണ്ട് നിസ്കരിച്ച ഉടനെ ഇറങ്ങി ഓടുന്നു? അള്ളാഹുവിന്റെ ഹബീബിന്റെ പിറകിലിരുന്ന് ദുആ ഇരക്കാനും ആമീൻ പറയാനും നിങ്ങൾക്ക് താല്പര്യമില്ലേ? അപ്പോഴാണ് അബൂ ദുജാന കണ്ണൊഴുക്കിക്കൊണ്ട് കരഞ്ഞു മറുപടി പറയുകയാണ്. വിമ്മിപ്പൊട്ടുന്ന ചുണ്ടുകളിൽ നിന്ന് അക്ഷരങ്ങൾ പുറത്തു വരാതെ വിഷമിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അബൂ ദുജാന, നിന്നെ വേദനിപ്പിക്കാനല്ല ചോദിക്കുന്നത്, ആശങ്കയോടെ ഞങ്ങൾ നിന്നോട് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, എന്റെ നാവുകൾ കൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് 2 ദിവസം മുമ്പ് ഓടിച്ചെല്ലുമ്പോൾ പട്ടിണി കിടന്ന് ഒട്ടിയ വയറുമായി എരിയുന്ന വയറുമായി കിടന്നുറങ്ങി എന്റെ മക്കൾ നേരം പുലരും മുമ്പേ വിശപ്പ് കൊണ്ട് ചാടി എഴുന്നേറ്റു. അവരെന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അയൽവാസിയായ മുനാഫിക്കിന്റെ ഈത്തപ്പന എന്റെ വീട്ടിന്റെ മേലെ ചാഞ്ഞു നിൽക്കുകയാണ്. ആ ഈത്തപ്പനയിൽ നിന്ന് അടർന്നു വീണ ഈത്തപ്പഴങ്ങൾ ആർത്തിയോടെ കരിഞ്ഞുണങ്ങിയ വയറ്റിലേക്ക് എന്റെ മക്കള് പറക്കിയിടുന്നത് തിന്നുന്നത് കാണേണ്ടി വന്നു. ഹബീബേ, എന്റെ ഉള്ളുരുകിപ്പോയി. കാരണം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അന്നാബിത്തു മിനൽ ഹറാം വന്നാറു ഔലാ ബിഹി, ഹറാം തിന്നുന്ന ശരീരങ്ങൾ വളരെ വേഗത്തിൽ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ രാത്രിയിൽ ഭക്ഷണം കൊടുത്ത് പള്ള വീർപ്പിച്ച് കിടത്താത്തതിന്റെ പേരിൽ വിശപ്പ് കൊണ്ട് എന്റെ മക്കൾ ഓടിയെഴുന്നേറ്റ് അന്യവന്റെ സ്വത്ത് കഴിക്കേണ്ട ഗതികേട് വന്നല്ലോ. എന്നെയും എന്റെ മക്കളെയും അള്ളാഹു നരകത്തിലേക്ക് തള്ളുമോ? ഞാൻ ഞെട്ടിപ്പോയി ഹബീബേ. പക്ഷേ ഞാൻ എന്റെ മക്കളോട് അല്പം ക്രൂരത കാട്ടി. ആ അടുക്കിപ്പിടിച്ചിരിക്കുന്ന ഈത്തപ്പഴങ്ങൾ അവരുടെ കൈകളിൽ നിന്ന് ഞാൻ തട്ടിപ്പറിച്ചു മാറ്റി നബിയെ. പോരാ, എനിക്ക് പറയാൻ പോലും കഴിയുന്നില്ല. ആ ഉണങ്ങിയ വയറ്റിലേക്ക് മക്കൾ കഴിച്ചുപോയ ഈത്തപ്പഴം അവരുടെ വായിൽ, അവരുടെ തൊള്ളയിൽ കൈയിട്ടുകൊണ്ട് ഞാൻ ഛർദിപ്പിച്ചു നബിയെ. ആ പിഞ്ചു മക്കളുടെ പള്ളയിൽ ഹറാമിന്റെ ചാറത്താതെ അവര് നരകത്തിൽ വീഴാതെ ഞാൻ ശ്രദ്ധിച്ചു നബിയെ. ആ ദയനീയ അവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കാനാണ് ആ മക്കൾ ഉണരുന്നതിന്റെ മുമ്പേ ഓടിപ്പോയി മുനാഫിഖിന്റെ ഈത്തപ്പഴങ്ങൾ പറുക്കിയെടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടിപ്പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ കടലായ മുത്തുനബി തങ്ങൾ കരഞ്ഞുപോയി. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖിന്റെ മുഖത്തേക്ക് നോക്കി, എന്താണ് പരിഹാരം? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എന്റെ ഈത്തപ്പന തോട്ടത്തിലെ 10 പനകൾ ഞാൻ ആ മുനാഫിഖിന് കൊടുത്തുകൊണ്ട് അവന്റെ ഈത്തപ്പന അബൂ ദുജാനയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ നബിയെ. ആ മുനാഫിഖിനെ നബി തങ്ങൾ വിളിപ്പിച്ചു. ഓ മനുഷ്യ, നിന്റെ ഈത്തപ്പന, നിന്നോടൊരു വാഗ്ദാനം ഞാൻ തരാം. നിനക്ക് സ്വർഗത്തിൽ 10 ഈത്തപ്പന അല്ലാഹു നൽകും. ഈ ഈത്തപ്പന നീ അബൂ ദുജാനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ മുനാഫിഖ് പറഞ്ഞു, നബിയെ, കടത്തില് കച്ചവടമില്ല നബിയെ, നാളത്തെ കാര്യം പറയണ്ട,
ഇന്ന് വല്ലോം തരുന്നെങ്കിൽ ഞാൻ അത് വിൽക്കാം. ആ നിഫാഖ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വർഗവാഗ്ദാനം ചെയ്ത ഈത്തപ്പഴം അതിൽ വിശ്വാസമില്ലാത്ത മുനാഫിഖിന്റെ മുഖത്ത് നോക്കിയാണ് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ആ 10 ഈത്തപ്പന എന്റെ ഈത്തപ്പന ഞാൻ അവന് കൊടുക്കാം, അവനിത് എനിക്ക് തരട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞ സ്വർഗത്തിലെ പന എനിക്ക് തന്നാൽ മതി. വിശ്വസ്തനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും മുനാഫിഖിനെ നഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിക്കണം. ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഇനിയും പോകാനുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ അധികം ആളുകളും വിദേശത്ത് കടലിന്റെ അക്കരെ നിന്ന് കഠിനാധ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ മക്കളെ പോറ്റാനാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്. നിങ്ങളുടെ ഭാര്യമാരെ പരിരക്ഷിക്കാനാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്. എന്നാൽ ഈ അധ്വാനം നമ്മൾ ഉദ്ദേശിക്കുന്നതിലുപരി നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഒരു വലിയ നരകക്കട്ടയായി തീക്കണലായി മാറാതിരിക്കാൻ ഈ ക്ലാസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങൾ നടത്തുന്ന കച്ചവടങ്ങൾ മതപരമായ അനിവാര്യമായ കച്ചവടങ്ങളാണോ, ഹറാമുകൾ വന്ന് ചേരുന്നുണ്ടോ, ആ ഹറാമാണോ എന്റെയും എന്റെ മക്കളുടെയും എന്റെ ഭാര്യയുടെയും പള്ളയിലേക്ക് ഞാൻ എത്തിക്കുന്നത് എങ്കിൽ അബൂദുജാനയെ ഒന്ന് ഓർക്കണം, തിരുനബിയെ ഒന്ന് അനുസ്മരിക്കണം, അവിടുന്ന് പഠിപ്പിച്ച് നമ്മൾ ഓർക്കണം. അതൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്തരം ഇസ്ലാമിന്റെ പാഠങ്ങൾ എത്ര സമയം മുടക്കിയാലും കേട്ട് പഠിച്ച് നമ്മുടെ ബിസിനസ്, നമ്മുടെ തൊഴിൽ, നമ്മുടെ ഉപജീവന മാർഗം ഹലാലിൽ നിന്ന് മാത്രമേ നമ്മൾ സമ്പാദിക്കാവൂ. ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കാതിരുന്നാൽ ഈ ദയനീയമായ അവസ്ഥ നമുക്കും വന്നു ചേരാനിടയുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ അധ്യാപനങ്ങൾ നാം മറക്കാതിരിക്കുക. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ, ഒരു ശരീരവും സ്വർഗത്തിൽ കടക്കുകയില്ല. നബത്ത മിന സുഹ്തി, ഹറാമ് തിന്ന് വളർന്ന ഒരു ശരീരവും ഒരു മാംസക്കഷ്ണവും സ്വർഗത്തിൽ കടക്കുകയില്ല. വകുല്ലു ലഹ്മിൻ നബത്ത മിന സുഹ്തി കാനത്തിൻ നാറു ഔലാ ബിഹി, നരകം ഹറാമിൽ നിന്ന് വളരുന്ന രക്തവും മജ്ജയും മാംസവും അത് നരകവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര സൂക്ഷ്മതയോടെയാണ് നാം ജീവിക്കേണ്ടത് എന്ന് പഠിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ കഴിയും. ഹഫിൾതു മിൻ റസൂലില്ലാഹി സയ്യിദുണ്ട്. എന്താണ് ഹദീസ്? ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക ഫഇന്ന الصدق طمأنينة وإن الكذب ريبة. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. എന്താണ് പറഞ്ഞത്? ദഅ മാ യുരീബുക, നിനക്ക് ആശങ്കയുള്ളത് നീ ഒഴിവാക്കി വെക്കുക. ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ളത് പോലും നീ എടുത്തുപയോഗിക്കരുത്. അതാണ് സൂക്ഷ്മത. ഇലാ മാ ലാ യരീബുക, സംശയമില്ലാത്തത് നിനക്ക് കിട്ടുമല്ലോ. സംശയമില്ലാതെ ഹലാലാണെന്ന് ഉറപ്പുള്ളത് നിനക്ക് കിട്ടും. അപ്പൊ ഹലാലാണോ ഹറാമാണോ തിരിച്ചു മറിച്ചു നോക്കിയിട്ട് ആ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് പള്ളയിലിടുന്ന സ്ഥിതി പാടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ എത്ര ഉപദേശമാണ് നമുക്ക് നൽകുന്നത്. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക. നമ്മെ നബി തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, തലബു കസ്ബിൽ ഹലാൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തലബു കസ്ബിൽ ഹലാലി ഫരീള, ഹലാലായ അധ്വാനം അത് തേടി പുറപ്പെടണം, അത് നിർബന്ധമാണ്. ഹലാലായ തൊഴിൽ എവിടെ? നമ്മൾ പറയും, ഉസ്താദേ ഒരു തൊഴിലുമില്ല, ഒരു ജോലിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷയിൽ ഇടപെടുന്നത്. നബിയെ ഉസ്താദേ ഒരു പണിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ചുങ്കം വാങ്ങുന്നത്. ഒരു പണിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മദ്യഷാപ്പിട്ടത്. ഒരു പണിയില്ല, അതുകൊണ്ടാണ് ഞാൻ വ്യഭിചാരശാല ഇട്ടത്. സുബ്ഹാനല്ലാഹ്, ഒരു പണിയുമില്ല എന്ന് പറഞ്ഞ് ഹറാമായ പണി തേടിപ്പോകുന്നവരോട് നബി തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, ഖിയാമത്ത് നാൾ വരെ ഹലാലായ പണി ഉണ്ടാവും. പക്ഷെ നമ്മൾ തേടിയിറങ്ങണം.
എന്റെ കൺവെട്ടത്ത് കാണുന്നില്ല എന്ന് കരുതി തൊഴിലില്ല എന്ന് ഞാൻ വിചാരിക്കരുത്. നിങ്ങൾ ഗൾഫ് വരെ സഞ്ചരിച്ചത് ഈ ഹദീസിന്റെ അധ്യാപനമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തലബു കസ്ബിൽ ഹലാൽ. ബാക്കിയുള്ള സമയം നീ താടിക്ക് കൈയും കൊടുത്ത് വിഷണ്ണനായി കുത്തിയിരിക്കരുത്. മറിച്ച് നീ ഇറങ്ങണം. എന്റെ മക്കൾക്ക് എവിടെ ഭക്ഷണം, എന്റെ മക്കൾക്ക് എവിടെ തൊഴിൽ? നിങ്ങൾ അറിയുമോ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ചെല്ലുന്ന നബി തങ്ങൾ 3 ദിവസത്തിൽ കൂടുതലായി ഭക്ഷണം കഴിച്ചിട്ട് നബി തങ്ങളുടെ പള്ളയിൽ ഒന്നുമില്ല. പക്ഷേ എന്റെ മകളുടെ വീട് പട്ടിണിയാണെന്നറിഞ്ഞപ്പോ നബി തങ്ങളുടെ വിശപ്പിനേക്കാൾ നബിക്ക് വിഷമം എന്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പ്. നബി തങ്ങളോടി ഫാത്തിമുത്തിന്റെ അടുത്ത് ചെന്നു. ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ചു. ഫാത്തിമ ബീവിയും നബിയും പൊട്ടിക്കരഞ്ഞു. യാ റസൂലല്ലാഹ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി ഉപ്പാ എന്ന് ഫാത്തിമ ബീവി കരയുന്നു. എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ ഹസനും ഹുസൈനും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി ഉപ്പാ എന്ന് റസൂലുള്ളാഹിനോട് പറയുമ്പോൾ ആ കണ്ണുനീരൊഴുകുന്ന കഴുത്തടങ്ങളിൽ മുത്തിമണത്തുകൊണ്ട് മുത്തുനബി പറഞ്ഞു, മോളെ, നീ 3 ദിവസമായി ഭക്ഷണം കഴിച്ചെങ്കിൽ നിന്റെ വാപ്പ റഹ്മത്തുല്ലിൽ ആലമീനായ നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങൾ ഏറെയായി മോളെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് നബി ഇറങ്ങുകയാണ്. എന്തിനാണ് ഇറങ്ങുന്നത്? തലബു കസ്ബിൽ ഹലാൽ. എവിടെങ്കിലും ഒരു ജോലിയുണ്ടോ, എവിടെങ്കിലും ഒരു തൊഴിലുണ്ടോ? നബിതങ്ങൾ ഇറങ്ങി ഈത്തപ്പന തോട്ടമുള്ള മുതലാളിമാരുടെ വീടുകളിൽ ലോകത്തിന്റെ ഗുരുവായ മുത്തുനബിതങ്ങൾ ചെന്ന് ചോദിക്കുന്നു, ഇവിടെ തൊഴിലുണ്ടോ, ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? എന്റെ മക്കള് പട്ടിണിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പല വീടും കയറിയിറങ്ങി. ഇവിടെ പണിയൊന്നുമില്ലല്ലോ, പലരും പണിയില്ല എന്ന് പറഞ്ഞു. ഒരു വലിയ തോട്ടത്തിന്റെ ഉടമയുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ ചോദിച്ചു, നിനക്ക് പണി അറിയുമോ? അപ്പൊ പറഞ്ഞു, ഞാൻ ഈത്തപ്പനത്തിന് വെള്ളം നനച്ചു തരാം, എന്നാൽ നിങ്ങൾ അതിന് കൂലി തരണം, എന്റെ മക്കൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഈത്തപ്പന ഒരു മരത്തിന് ഈത്തപ്പഴം നിശ്ചയിച്ച് നനയ്ക്കാൻ ഏൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. പൊട്ടിക്ക് ഹബീബായ നബിയുടെ കുറ്റിക്ക് അടിച്ചു. ഈ പണിയറിയാതെ എന്തിനടാ നീ പണിക്കിറങ്ങിയിരുന്ന് ചോദിച്ചു. നബി തങ്ങളുടെ കണ്ണുകൾ ചുമന്നു. വീണ്ടും രണ്ടാമത് മറുകവിളത്ത് അടിക്കാൻ ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ കവിൾത്തടങ്ങൾ ചുവന്നുപോയി. ആ സമയത്ത് കരയുന്ന കണ്ണുകളുമായി നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പോകട്ടെ, പക്ഷേ ഞാൻ ചെയ്ത തൊഴിലിന്റെ കൂലി നിങ്ങൾ തരണം, എന്റെ മക്കള് പട്ടിണിയാണ് എന്ന് പറഞ്ഞ് ഹലാലായ ജോലി തേടിയിറങ്ങുന്ന ഗൾഫ് ജീവനക്കാരാ, കണ്ണെത്താ ദൂരത്ത് മക്കളെയും ഭാര്യമാരെയും കാണാതെ, പെരുന്നാളിനും റമദാനിനും കുടുംബത്തോടൊന്നിച്ചിരിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട് പണിയെടുക്കുന്ന തൊഴിലാളികളെ, നിങ്ങൾ ഹബീബിനെ ഒന്ന് ഓർക്കണം. ഹബീബ് ഇറങ്ങിത്തിരിച്ച ദുരിതമായ മേഖലയിലേക്കാണ് നിങ്ങളും ഇറങ്ങിത്തിരിച്ചതെന്ന് ചിന്തിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഈത്തപ്പഴം അധ്വാനിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുക്കുന്നു. കഥയുടെ ബാക്കി, കരയത്തക്ക ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ആ വീട്ടുകാരൻ നോക്കി ഇറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്തിന്റെ കരങ്ങൾ കൊണ്ട് ആ തൊട്ടിയെടുത്ത് വെച്ചു കൊടുക്കുകയും അയാൾ അത്ഭുതപ്പെടുകയും നബി തങ്ങൾ പോയ വഴിയെ തെരഞ്ഞു പോവുകയും വഴി കാണാതെ മുഹമ്മദ് നബിയാണെന്ന് അയാൾ പിന്നെയാണ് അറിയുന്നത്. അവസാനം തിരുനബിയാണെന്നറിഞ്ഞ ശേഷം അയാൾ അടിച്ചുപോയ വലങ്കൈ കത്താള് കൊണ്ട് വെട്ടിമുറിച്ച് തൂക്കിയിട്ട കയ്യുമായി മുത്തുനബിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തുപ്പുനീര് കൊണ്ട് കൈ മുറുക്കി കൊടുക്കുകയും അയാൾ നബിയുടെ കാൽക്കൽ കെട്ടി വീണ് ഷഹാദത്ത് ചൊല്ലുകയും ചെയ്ത വിശാലമായ കഥയാണത്. ഞാൻ ആ കഥയിലേക്ക് പോവുകയല്ല, മറിച്ച് നബി തങ്ങൾ തേടിയിറങ്ങിയ ആ പട്ടിണിയുടെ പരിവട്ടത്തിന്റെ ഭാഗത്തും അധ്വാനത്തിന്റെ മേഖലയാണ് നബിതങ്ങൾ സ്വീകരിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഹബീബ നബിതങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് എന്റെ മക്കള് പട്ടിണി കിടക്കുന്നു, കുറച്ച് ഈത്തപ്പഴം തരണമെന്ന് പറഞ്ഞാൽ ആരും കൊടുക്കും?
അങ്ങനത്തെ ഒരു വഴി നബി സ്വീകരിച്ചില്ല. നബിക്ക് ആരോഗ്യമുണ്ടല്ലോ, ഞാൻ അധ്വാനിക്കേണ്ടവനാണല്ലോ, എന്റെ കൈകൊണ്ട് അധ്വാനിച്ച ഭക്ഷണമാണ് എന്റെ മക്കൾക്ക് കൊടുക്കേണ്ടതെന്ന ശാസ്ത്രീയവും ആനുകാലികവുമായ ചിന്തയിലേക്ക് മനുഷ്യരെ ചിന്തിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഓ മുഅ്മിനീങ്ങളെ, ഇനിയും ഒരു ഹദീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയെ, അയ്യുൽ കസ്ബി അത്യബു, ഏറ്റവും നല്ല തൊഴിൽ എന്താണ് നബിയെ? സഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചു. ഖാല, നബി തങ്ങൾ മറുപടി പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി, ഒരുവൻ അവന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന വേതനം, അതാണ് ഏറ്റവും നല്ല തൊഴിൽ. പിന്നെ കൂട്ടിപ്പറഞ്ഞു, വകുല്ലു ബൈഇൻ മബ്റൂർ, ഗുണകരമായ എല്ലാ കച്ചവടവും ഏറ്റവും നല്ല തൊഴിൽ മാർഗമാണ്. ബിസിനസ് ഏറ്റവും നല്ല തൊഴിൽ മാർഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതാണ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം, പക്ഷെ അത് മെച്ചപ്പെടണം. ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ എത്രയോ വഞ്ചനയും എത്രയോ ചതിയും എത്രയോ തട്ടിപ്പും എത്രയോ വെട്ടിപ്പുമാണ് കച്ചവടങ്ങളിൽ. കച്ചവടം ഇന്ന് ലോകത്ത് ഹലാലായ രൂപത്തിൽ എവിടെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്രയും മോശമായ, എങ്ങനെയെങ്കിലും ആക്രാന്തം കാണിച്ച് ആവാഹിച്ചെടുക്കണം. മറ്റവന്റെ പാക്കറ്റിലിരിക്കുന്ന അധ്വാനിച്ചെടുത്ത പണം എന്റെ പാക്കറ്റിലെത്തുവാനുള്ള വളഞ്ഞ വഴികളാണ് കച്ചവടത്തിലൂടെ. കച്ചവടം എന്ന് പറഞ്ഞാൽ കപടം എന്നുവരെ ആയിത്തീർന്നിരിക്കുന്നു ജനങ്ങളുടെ സന്നിധാനത്തിൽ. നിങ്ങളൊന്ന് ചിന്തിക്കൂ, അള്ളാഹുവിനെ പേടിയുള്ളവന് കച്ചവടത്തിൽ തട്ടിപ്പ് പറ്റുമോ? അള്ളാഹുവിനെ പേടിയുള്ളവന് കളവ് പറയാൻ പറ്റുമോ? വേറെ ആരും ആ കളവ് തെളിയിക്കാൻ ഇല്ലെങ്കിലും യജമാനനായ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നൊരു മുഅ്മിൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നൊരു വിശ്വാസിക്ക് എന്തിനാണ് പറ്റിച്ചെടുക്കുന്ന 10 രൂപ? അത് ഉപകാരമല്ല മക്കളെ, അത് ഉപദ്രവമാണെന്ന് ചിന്തിക്കണം. ഒരു ഹദീസ് നിങ്ങൾ കേട്ടോ, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്, 3 കൂട്ടം ആളുകൾ അല്ലാഹു അവരെ നേരിടുകയില്ല. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ നേരിടുകയില്ല. വലാ യൻളുറു ഇലൈഹിം, അവനോട് സംസാരിക്കുകയില്ലെന്ന് മാത്രമല്ല, അവനിലേക്കൊരു നല്ല നോട്ടം പോലും അള്ളാഹു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അള്ളാഹു അവനെ തസ്കിയത്ത് ചെയ്യുകയില്ല, അവനെ രക്ഷപ്പെടുത്തുകയും ശുദ്ധിയാക്കുകയും ഇല്ല. ചുരുക്കത്തിൽ അള്ളാഹു കൈവിട്ടവൻ, അള്ളാഹുവുമായി ബന്ധമില്ലാത്തവൻ, അള്ളാഹു കൈയൊഴിഞ്ഞവനായി തീരുന്ന 3 കൂട്ടം ആളുകളുണ്ട്. ആരാണവര്? വലഹും അദാബുൻ അലീം, വേദനാജനകമായ അദാബ് അവർക്ക് അള്ളാഹു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു വെറുക്കുകയും അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യുന്ന 3 കൂട്ടം ആളുകളുണ്ട്. ആരാണവര്? ഖാല അബൂദർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോ തന്നെ പറഞ്ഞു, ഖാബൂ വഖസിറൂ, ഓ അവരെത്ര പരാജയപ്പെട്ടവരായിരിക്കും, അവരെത്രയോ നശിച്ചവരായിരിക്കും. മൻഹും യാ റസൂലുള്ളാഹ്, ആരാണ് ആ 3 കൂട്ടം ആളുകൾ നബിയെ എന്ന് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ മുസ്ബിലു, ഞെരിയാണിക്ക് താഴെ തുണി വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്നവൻ, അവനെ അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. അവന് വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവനുണ്ടാവും. ഇന്നത്തെ ആളുകളുടെ പാന്റുകൾ, പടച്ച റബ്ബേ, അതൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്നു എന്ന് മാത്രമല്ല, നാട്ടിലും റോഡിലുമുള്ള നജസുകൾ തൂത്തുവാരി പള്ളിയിൽ വന്ന് കയറ്റി പള്ളിയിലും നിരക്കിയിട്ട് അത് വലിച്ചഴച്ചിട്ട് നജസാക്കുന്ന ഇരട്ടി അദാബ് കിട്ടുന്ന പണിയാണ് ഇന്നത്തെ പാന്റുകൾ. പിന്നെ ചില ആളുകളുടെ തുണികൾ വലിച്ചടിച്ചൊടിക്കുന്ന കോലങ്ങൾ. അതുകൊണ്ട് സന്ദർഭവശാൽ ഹദീസിൽ വന്നൊരു പ്രയോഗമായതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സംസ്കാരം, റസൂലുള്ളാഹിന്റെ സംസ്കാരം, അതാണ് ഒരു മുസൽമാന്റെ സംസ്കാരം. നമ്മൾ പാശ്ചാത്യനെ കണ്ട് പരിഷ്കാരം പഠിക്കണ്ട. നമുക്ക് ഉന്നതനായ നേതൃത്വമുണ്ട്, ഉന്നതമായ മാതൃകയുണ്ട്, വേഷത്തിലുണ്ട്,
വസ്ത്രത്തിലുണ്ട്, ഭക്ഷണത്തിലുണ്ട്, പെരുമാറ്റങ്ങളിലുണ്ട്, ഉറക്കത്തിലുണ്ട്, ഉണർച്ചയിലുണ്ട്, ദാമ്പത്തിക ബന്ധങ്ങളിലുണ്ട്, ആരാധനകളിലുണ്ട്, ക്രയവിക്രയങ്ങളിലുണ്ട്. എല്ലാ മേഖലയിലും നമുക്ക് ഉന്നതമായ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ സംസ്കാരമാണ് ലോകോത്തര സംസ്കാരം. അതാണ് മുസ്ലിമിന്റെ സംസ്കാരം. ഞെരിയാണിക്ക് മുകളിൽ മുട്ടിന് താഴെ വസ്ത്രം ധരിക്കുക. ഇതാണ് അവന്റെ വസ്ത്രധാരണം. അതുകൊണ്ട് മുട്ടിന് മേലോട്ട് കെട്ടാനും പാടില്ല, ഞെരിയാണിക്ക് താഴോട്ട് ഇറക്കാനും പാടില്ല. നമ്മളോ ഒന്നുകിൽ കയറ്റി കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ മുട്ടിന് മേളിൽ മടക്കി കൊടുക്കും, ഇറക്കി കൊടുക്കാൻ പറഞ്ഞാൽ ഞെരിയാണിക്ക് താഴെ താത്തി കൊടുക്കും. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഇത് രണ്ടുമല്ലാത്തൊരു നല്ല സംസ്കാരം നമ്മളിൽ വന്നുപെടാൻ നമ്മൾ നല്ലവണ്ണം പരിശ്രമിച്ചെങ്കിലേ പറ്റൂ. ഒന്ന് അൽ മുസ്ബിൽ, അവനെ അല്ലാഹു തആല നോക്കുകയില്ല, അല്ലാഹു അവന് ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കൂട്ടം ആളാരാണ്? വൽ മന്നാനു, മന്നാൻ. എന്ത് ചെയ്താലും അവനത് മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറയും, ഗുണമെടുത്തു പറയുന്നവൻ. ധർമ്മം ചെയ്യും. ഞാൻ അവന് 1000 രൂപ കൊടുത്തു, എന്റെ 1000 രൂപ കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഞാൻ അവന് തുണി കൊടുത്തു, എന്റെ തുണി കൊണ്ടാണ് അവൻ മാനം മറച്ചു നടക്കുന്നത്. ഞാൻ അവന് വീട് വെച്ചു കൊടുത്തു, അതുകൊണ്ടാണ് അവൻ ഇന്ന് മഴ കയറാതെ കിടന്ന് ഉറങ്ങുന്നത്. നന്ദിയില്ലാത്തവനാണവൻ, ഞാനാണ് അവനെ രക്ഷപ്പെടുത്തിയത്. അവന് പേപ്പർ വാങ്ങിക്കൊടുത്തത് ഞാനാണ്, അവന്റെ മോളെ കെട്ടിച്ചു കൊടുത്തത് ഞാനാണ് എന്ന് പറഞ്ഞിങ്ങനെ കൊടുത്തത് മുഴുവൻ എടുത്തു പറയുന്നവൻ ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് വലിച്ചു വെക്കുന്നത്. അൽ മന്നാൻ, അവനെയും അല്ലാഹു തആല നോക്കുകയില്ല എന്ന് മാത്രമല്ല, അല്ലാഹു ലഹും അദാബുൻ അലീം, ഭയാനകരമായ അദാബ് അല്ലാഹു തആല കൊടുക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കക്ഷിയാണ് നമ്മളുടെ വിഷയം. നബി തങ്ങൾ പഠിപ്പിച്ചു, വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലഫിൽ കാദിബ്, അവന്റെ ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി കള്ളസത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കുന്നവൻ. വല്ലാഹി വല്ലാഹി കോയ്സ്, വല്ലാഹി വല്ലാഹി സൂപ്പർ, ഇങ്ങനെ വല്ലാഹി ഇട്ട് കള്ളസത്യം ചെയ്ത്, ഇതാണ് ഏറ്റവും നമ്പർ 1 സാധനമാണ്, 10,000 രൂപ വിലയാണ്, നിനക്ക് 12,000-ന് തരാം എന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കടയിൽ ചെന്നാൽ 1 കിലോയുടെ മുന്തിരി പോലും കളവ് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. സ്വർണ്ണക്കടയിൽ ചെന്നാൽ 1 ഗ്രാമിന്റെ സ്വർണം പോലും കളവ് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. ഏത് മീൻ കച്ചവടക്കാര് പോലും പച്ച നുണ പറഞ്ഞിട്ട് സാധനങ്ങൾ വല്ലാഹി പറഞ്ഞ് ആണയിട്ട് വിൽക്കുന്ന ദുസ്വഭാവം പടച്ചവനെ മഅദല്ലാഹ്, അവന്റെ മുഖത്തല്ലാഹു നോക്കുകയുമില്ല. അവന് വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ടാവും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത്തരം ക്ലാസുകൾ നമ്മൾ കേൾക്കാതെ നമ്മുടെ ജീവിതം എങ്ങനെ സമാധാനമുള്ളതാകും? നമ്മൾ കഴിക്കുന്നത് എങ്ങനെ ഹലാലുള്ളതാകും? ബിസിനസിന്റെ മസ്അലയിലേക്ക് ഞാൻ കടന്നിട്ടില്ല. മസ്അലയിലേക്ക് കടക്കുമ്പോൾ ഈജാബും ഖബൂലും ഒക്കെ അങ്ങനെ വിശദീകരിക്കുമ്പോൾ നമുക്കറിയും നമ്മളുടെ കച്ചവടത്തിൽ എത്രയാണ് ഹറാമുകൾ വന്നുപോയിട്ടുള്ളത് എന്ന്. അടുത്ത ക്ലാസ് മുതൽ അത് കേൾക്കാം. ഞാനൊരു ഹദീസ് കൂടി പറയട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കച്ചവടക്കാരന്റെ കളവ് മൂലം വന്ന ഭയാനകത കേട്ട് തരിച്ചിരിക്കുന്ന കച്ചവടക്കാരുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ സഈദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാ. എന്തോ ഒരു ഭാഗ്യമാണ് മര്യാദയ്ക്ക് നല്ല നിലയ്ക്ക് കച്ചവടം ചെയ്താൽ. അത്താജിറു സദൂഖ്, സത്യമേ പറയൂ, സത്യം മാത്രം പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവൻ. അൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ. അതൊരു വലിയ അമലാണ് അവനെ ചെയ്യുന്നത്. അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കേട്ടില്ലേ? മഅൻ നബിയീന, അവൻ അമ്പിയാക്കളോടൊപ്പം ഇരിക്കാനുള്ള ഭാഗ്യം അവന് കൊടുക്കും. കാരണം കച്ചവടം എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടപ്പാടാണ്. എവിടെയോ ആള് കയറാ മൂലയിൽ കിടക്കുന്ന സാധനങ്ങൾ വണ്ടി കൊണ്ടുപോയി എടുത്തുകൊണ്ടുവന്ന് തണലും വെയിലും നോക്കാതെ ഇവിടുത്തുകാരാകുന്ന ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്നു, വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് വലിയ സഹായമാണ്. അതിനവനൊരു മാന്യമായ ലാഭം കൈപ്പറ്റുന്നു. നല്ല തൊഴില്, അധ്വാനം. മുഅ്മിനീങ്ങൾ പട്ടിണി കിടക്കുന്നില്ല. അവൻ വലിയ വലിയ ആഫ്രിക്കയിലും അമേരിക്കയിലും കിടക്കുന്ന അരിയും ഗോതമ്പും അവൻ വണ്ടി വിട്ടെടുത്തു കൊണ്ടുവന്ന് വെയിലും ദാഹവും ക്ഷീണിപ്പും എല്ലാം ഏറ്റെടുത്തു കൊണ്ടുവന്ന് ഇന്നാട്ടുകാരായ ആളുകളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന അരിയും ഗോതമ്പുമൊക്കെ അവനൊരു മാന്യമായ ലാഭവും വാങ്ങുന്നു. എത്ര വലിയ അമലാണ് അവൻ ചെയ്യുന്നത്!
വലിയ അമലാണ്. കച്ചവടം മാന്യമാണെങ്കിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഇബാദത്ത് ചെയ്യുവാനുള്ള ആഫിയത്തിന് വേണ്ടിയുള്ള ഭക്ഷണമാണെന്ന ചിന്താഗതിയിൽ അവൻ ഭക്ഷണം വിതരണം ചെയ്താൽ, അവൻ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്താൽ, അവൻ അരി കച്ചവടം ചെയ്താൽ, അവൻ റൊട്ടി ചുട്ടുകൊടുത്താൽ, അവൻ പാല് കാച്ചി കൊടുത്താൽ, അവൻ എല്ലാ മധുരവും എല്ലാ വസ്തുവും എല്ലാം വിതരണം ചെയ്താൽ, മരുന്ന് കച്ചവടം ചെയ്താൽ, തടി കച്ചവടം ചെയ്താൽ, അതുപോലെ ഇഷ്ടിക കച്ചവടം ചെയ്താൽ, സിമന്റ് കച്ചവടം ചെയ്താൽ, മുഅ്മിനീങ്ങൾക്ക് പാർപ്പിടമുണ്ടാക്കാൻ, മുഅ്മിനീങ്ങൾക്ക് പള്ളിയുണ്ടാക്കാൻ, മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, മുഅ്മിനീങ്ങൾക്ക് സേവാ സൗകര്യങ്ങളും യാത്ര ചെയ്യുവാനുള്ള വാഹന സൗകര്യങ്ങളുമൊക്കെ വാങ്ങിച്ച് വിലക്കി വിറ്റുകൊടുക്കുന്ന എന്തെല്ലാം സംവിധാനമാണ് ഒരു കച്ചവടക്കാരൻ സത്യത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അൽ താജിറുൽ സദൂഖുൽ അമീൻ, വിശ്വസ്തൻ സത്യസന്ധൻ ആയ കച്ചവടക്കാരൻ വലിയ പദവിയിലാണ് മഅൻ നബിയീൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമാണ്, വസ്സുദ്ദീഖീന സുദ്ദീഖീങ്ങളോടൊപ്പവുമാണ്, വസ്സുഹദാഇ സുഹദാക്കളോടൊപ്പവുമാണ്. ഇങ്ങനെ അത്യുന്നതരാകുന്ന നേതാക്കന്മാരോടൊപ്പം ഇരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഭാഗ്യം കൊടുക്കും. ആ സന്തോഷമായ റിപ്പോർട്ട് കൂടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കച്ചവടം എന്ന മുആമലാത്ത് എന്ന ഫിഖ്ഹിന്റെ രണ്ടാമത്തെ സുപ്രധാനമായ ഭാഗത്തേക്ക് പദമൂന്നിക്കൊണ്ട് അതിന്റെ മസ്അലാപരമായ വിഷയങ്ങൾ അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു തആല നമുക്ക് കച്ചവടം അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിന്റെ നൂറ് നിബന്ധനകളും അതിന്റെ സൂക്ഷ്മതകളും അതിന്റെ തിരിച്ചുകൊടുപ്പും അതിന്റെ മടക്കിയെടുപ്പും ഒക്കെ ഫിഖ്ഹ് വളരെ വിശാലമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കച്ചവടത്തിന്റെ പ്രത്യേകം, വെള്ളിക്കച്ചവടത്തിന്റെ പ്രത്യേകം, അരിക്കച്ചവടത്തിൻ്റെത് പ്രത്യേകം, മറ്റ് സാധനങ്ങളുടേത് പ്രത്യേകം, കടം കൊടുക്കാൻ പറ്റുന്നത്, കടം കൊടുക്കാൻ പറ്റാത്തത്, രൊക്കമായി തന്നെ കൊടുക്കേണ്ടത്, കടമായി കൊടുക്കൽ പുണ്യമുള്ളത്, ഇങ്ങനെ കച്ചവടത്തിന്റെ വിഭാഗങ്ങൾ ഒരുപാട് നമുക്ക് ഹബീബാ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഉലമാക്കൾ അവരുടെ കർമ്മഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസുകൾ നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കൽ ഫർളാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമു പഠിക്കൽ നമുക്ക് ഫർളാണ്. നാം അതൊരു ഔദാര്യമായി കണക്കാക്കരുത്. നമ്മുടെ ഔദാര്യമല്ല, നമുക്ക് നിർബന്ധമാണ് ഇൽമു പഠിക്കൽ. ആയതിനാൽ നമ്മുടെ ഉപജീവന മാർഗം വഴിമാറിപ്പോയാൽ നമ്മളുടെ ആഖിറവും വഴിമാറിപ്പോകും, നരകത്തിലേക്ക് പോയി വീഴേണ്ടി വരും. നാം മാത്രമല്ല, നമ്മുടെ ഭാര്യമാരെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ. അവരെത്ര വിശ്വസ്തരാണ്. എന്റെ ഭർത്താവ് ഒരു മുസ്ലിമാണ്, എന്റെ ഭർത്താവ് നിസ്കരിക്കുന്ന ആളാണ്, അയാൾ എനിക്ക് കൊണ്ടുതരുന്ന ഹലാലേ ആയിരിക്കുള്ളൂ എന്ന് എത്ര വിശ്വാസത്തോടെയാണ് ആ ഭാര്യ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ നാം ഭാര്യയെ വഞ്ചിക്കുകയല്ലേ? നമ്മുടെ ഭാര്യയെ നാം ചതിക്കുകയല്ലേ? നമ്മുടെ മക്കൾ എത്ര നിരപരാധികളാണ്. പറക്കമുറ്റാത്ത കൊച്ചുമക്കൾ, ചിന്തിക്കുവാൻ അറിയാത്ത കുഞ്ഞുമക്കൾ, വാപ്പിച്ച് കൊണ്ടുതരുന്നത് മുത്തുപോലെ വാങ്ങിക്കഴിക്കുന്ന പിഞ്ചുമക്കൾ. ആ പിഞ്ചുമക്കളെ നമ്മൾ ചതിക്കുകയോ ആ മക്കളെ നാം നരകത്തിലേക്ക് തള്ളുകയോ എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക? ഓ കച്ചവടക്കാരെ, ഓ തൊഴിലാളികളെ, നാം ഈ വിഷയം പഠിക്കണം. പഠിച്ചറിഞ്ഞ് ഉള്ള ജീവിതം കൊണ്ട് വാരിക്കോരി സമ്പാദിക്കുന്നതിനേക്കാൾ അല്പജീവിതം അനുഗ്രഹമുള്ളതായി ബറക്കത്തുള്ളതായി നമ്മൾ ജീവിക്കണം. ഒരു കാര്യം കൂടി പറയട്ടെ, ബറക്കത്തുള്ള ഹലാലായ ഭക്ഷണം 1 മണി അരിയാണെങ്കിലും അതിൽ അല്ലാഹു ഉന്നതമായ നേട്ടം നൽകും. നേരെ മറിച്ച് ഹറാമായ വഴിയിലുള്ളത് 1 ലോഡുണ്ടെങ്കിലും അതെല്ലാം കത്തി നശിച്ചു പോകും, ഈ ലോകത്തല്ലെങ്കിൽ പരലോകത്ത്. ആ ഗൗരവമുള്ള സന്ദേശം മനസ്സിൽ അടിവരയിട്ട് കുറിച്ചുകൊണ്ട് അടുത്ത ക്ലാസ് നിങ്ങൾ എല്ലാവരും പരമാവധി മെസ്സേജ് നൽകി ക്ലാസിന്റെ സമയം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നും സാധുവായി ഉള്ളവന് വേണ്ടിയും ഈ ശബ്ദം നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന സംവിധാനത്തിന്റെ സംഘാടകർക്ക് വേണ്ടിയും ആത്മാർത്ഥമായ ദുആ ഇറക്കണം. വസീക്കും ബിദ്ദുആ റഹ്മാനും റഹീമായ നാഥാ, ഞങ്ങളുടെ ഈ ക്ലാസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും സ്വർഗവാസികളാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ പള്ളികളിൽ ഹലാലല്ലാത്തതൊന്നും നീ എത്തിക്കല്ലേ റഹ്മാനെ. നിരപരാധികളും വിശ്വസ്തരുമായ ഞങ്ങളുടെ ഭാര്യമാര് കണ്ണെത്താ ദൂരത്ത് ഭർത്താക്കന്മാര് കൊണ്ടുതരുന്നത് വിശ്വാസത്തോടെ വാങ്ങിക്കഴിക്കുന്ന ഭാര്യമാരെ ചതിക്കുന്ന ചതിയന്മാരാക്കല്ലേ റബ്ബേ. പടച്ചവനെ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ
അറിവില്ലാതെ വല്ലതുമൊക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് തരണം റഹ്മാനെ, പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ പിഞ്ചോമന മക്കൾ ഞങ്ങൾക്ക് ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. ആ മക്കളുടെ പള്ളയിൽ മജ്ജയും മാംസവും നജസാകുന്ന, അത് ഹറാമാകുന്ന ഒന്നും ഒരു മിഠായി പോലും ഞങ്ങളെ കൊണ്ട് വാങ്ങിക്കൊടുക്കുന്ന അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. പടച്ചവനെ, തട്ടിപ്പിൽ നിന്നും വെട്ടിപ്പിൽ നിന്നും പലിശയിൽ നിന്നും അതുപോലെ ഹറാമുകളിൽ നിന്നും ഞങ്ങളുടെ ജീവിതം നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഹലാലായി ജീവിക്കുവാൻ അവസരം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ലോകത്തിന്റെ മുക്കദിക്കുകളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാം നെഞ്ചിടിക്കുന്ന ഒരു പക്ഷേ എന്തെങ്കിലും എന്റെ പ്രസംഗത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന് നീ പരിഹാരം കാണണം റഹ്മാനെ. ഹലാലിലേക്ക് ഞങ്ങൾക്ക് വഴി നടത്തണം റഹ്മാനെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കണം റഹ്മാനെ. നിന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഖൽബ് തരണേ റഹ്മാനെ. നിന്നെ പേടിയില്ലെങ്കിൽ എന്ത് ദുഷ്ടത്തരം ചെയ്യാനും ഒരു മടിയുമില്ല. പിശാചിന്റെ അടിമകളാക്കല്ലേ അല്ലാ, നിന്റെ അടിമകളാക്കണം റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. മൺമറഞ്ഞു പോയവരുടെ ഖബറുകൾ മണിയറകളാക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പഠിച്ചവരെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഭാര്യമാർക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് ഐശ്വര്യവും ആനന്ദവും നൽകണേ റഹ്മാനെ. രോഗങ്ങളെല്ലാം ശിഫയാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ശിഫയാക്കണേ റഹ്മാനെ. ജന്നാത്തു നഈബിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെ ഹറമൈന് ശരീഫയിൽ എത്തിക്കണേ റഹ്മാനെ. വീണ്ടും വീണ്ടും എത്തിക്കണേ റഹ്മാനെ. പടച്ചവനെ, പ്രോത്സാഹന കർമ്മം നിർവഹിച്ച കേരള യാത്ര